ഹലോ ഹായ് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പി ആട്ടോ. ഇന്നാണ് നമ്മൾ പ്രോഗ്രാം വരുന്നത്. ഞാനൊക്കെയും കൂടി ഫ്രഷ് ആയിട്ട് ലഗേജും എടുത്തിട്ട് ഇറങ്ങി കേട്ടോ റൂമിൽ നിന്നും. അപ്പോൾ നേരെ നമ്മൾ ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് അവിടെ സംസാരിച്ചിരുന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ നേരെ ഓട്ടോ പിടിച്ച് മെട്രോ കയറിയിട്ട് ഇതാ നമ്മൾ മെട്രോ ഒന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നെ അവിടുത്തെ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ വരാത്തേ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിയ സമയത്ത് അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ചായ കുടിക്കാൻ പോയി. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏതോ നാട്ടിലുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആവുക, കോൺടാക്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വാല്യബിളുള്ള കാര്യം കേട്ടോ. അതും ഒരേ മൈൻഡിലെ ആൾക്കാരായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. പിന്നെ നമ്മളിവിടുന്ന് ബിരിയാണിയും നല്ല പൈനാപ്പിൾ ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്നു. അപ്പോൾ ആ സമയം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയി ഒന്ന് ഫ്രഷപ്പായി വന്നതിന് ശേഷം നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ മേക്കപ്പ് ചെയ്തത് നമ്മളെ തലശ്ശേരിയിലുള്ളൊരു ഇത്താത്തയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. ഓവറും ഇല്ല, ലൈറ്റായിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇവർ ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തലശ്ശേരിയിലുള്ള ആൾക്കാരൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ഫൈനലി ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഹെയർ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ കൂടിയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് സെറ്റായി റെഡി ആയിരിക്കുന്നുണ്ട്. നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു ഞാൻ. പിന്നെ നമ്മൾ പതിയെ പിന്നെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് എടുത്തു തന്നത്. പിന്നെ നമ്മളെ പ്രോഗ്രാം സ്റ്റേജ് വരുന്നത് അങ്ങ് താഴെ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് താഴോട്ട് നടന്നു പോകാട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജ് കയറിയ സമയത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു കൂൾ മൈൻഡായിട്ട് ഞങ്ങൾ ആ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള നമ്മളെ മെറാഗിസ് മോഡൽ കമ്പനിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനുവേണ്ടി അങ്ങനെ മെനക്കെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷോ തന്നെ എനിക്ക് മെറാഗിസ് കമ്പനിയുമായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് വീഡിയോ എടുത്ത് തരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ക്യാമറ ഓൺ ആയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാൽ ആദ്യം ടെൻഷനാക്കിയായിരുന്നു മൂപ്പർ. പിന്നെ ഞാൻ ക്യാമറ നോക്കിയ ഗാലറി നോക്കിയ സമയത്ത് നല്ല വൃത്തിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡ്രസ്സിങ്ങും മേക്കപ്പും ഹെയറിങ്ങും കാര്യങ്ങളെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അവരുടെ ഡ്രസ്സിൻ്റെ കാര്യം സംസാരിച്ച സമയത്ത് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നൊരു ഡ്രസ്സാണിത്. അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ ഇനി അപ്പം കാണുമെന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡ്രസ്സിങ് റൂമിലോട്ട് പോകാട്ടോ. നമ്മൾ മേക്കപ്പൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് പഴയ കോലത്തിലോട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് പോകാട്ടോ. അതിനിടയ്ക്ക് കൂടി ഒരു വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായി. ഫൈനലി എന്താ പറയുക, നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ടൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിനെ കണ്ടോ, മുഖത്തോണ്ട് എക്സ്പ്രഷൻ എടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കണ്ടതാണെങ്കിലും ഒരുപാട് നാൾ കൂടി ഉണ്ടായ പോലത്തെ ഒരു ഫീലാട്ടോ വൈറ്റിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കോൺടാക്റ്റ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങ് പോയി ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.